ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാനൊരു അടിപൊളി കിഡിലൻ പലഹാരമാട്ടോ അവിടെ കൊണ്ടുവന്ന്. നല്ല ടേസ്റ്റാണ്. നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ് അന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാരറ്റ് കൊണ്ടുള്ള പോളയാണ് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് പോളയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പമാണ്, അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നമ്മൾ ഈ ക്യാരറ്റ് പോള എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റാണ് ഇവിടെ എടുത്തത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് 2ഓ 4ഓ ഒക്കെ എടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം 2ആണ് എടുത്തത്. ഏകദേശം 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അത്യാവശ്യം ഒരു വലിപ്പമുള്ള പോളയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 എണ്ണം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അതിൻ്റെ ആദ്യം സ്കിന്നൊക്കെ ഒന്ന് ഒഴിവാക്കി ഞാനതൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ സ്കിന്ന് ഒഴിവാക്കി അതൊന്ന് കട്ട് ചെയ്തെടുക്കണേ. കട്ട് ചെയ്തിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ളത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 2 ഭാഗം ഒന്ന് എടുത്ത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഈ 2 ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ എല്ലാം റെഡിയാക്കി ആദ്യം തന്നെ വെക്കണം, എന്നാലേ നമുക്ക് ഈ ക്യാരറ്റ് പോള റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് റെഡിയാക്കി സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ബ്രൗൺ നിറാകുമ്പോഴേക്ക് അണ്ടിപ്പരിപ്പ് നമുക്ക് റോസ്റ്റ് ചെയ്ത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അതേ നെയ്യിൽ തന്നെ നമുക്ക് മുന്തിരിയും കൂടി വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് ബ്രൗൺ നിറത്തിലായിട്ടുണ്ട്. ഇനി ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാൻ പോവുകയാണേ. ഇതുപോലെ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ നമുക്ക് ആവശ്യമുള്ള മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കറുപ്പ് മുന്തിരിയാണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ ഓറഞ്ച് പോളയാകുമ്പോൾ ഈ കറുപ്പ് മുന്തിരി വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ കട്ട് ചെയ്യുമ്പോഴൊക്കെ. അതുകൊണ്ട് ഞാൻ കറുപ്പ് മുന്തിരി തന്നെ എടുത്തിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു നെയ്യിൽ കിടന്ന് നന്നായി ഒന്ന് ബബിൾ ആവുന്ന വരെ ഒന്ന് റെഡിയാക്കിയിട്ട് കരിയണ്ട. എന്നിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ചും കൂടി നെയ്യ് ഒഴിക്കുകയാണ് കേട്ടോ. ആ പാനിലേക്ക് തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ആ പാനിലേക്ക് ഞാൻ കുറച്ചും കൂടി നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് നാളികേരമാണ് എടുക്കുന്നത്. ഞാനൊരു കപ്പോളം നാളികേരം എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2-3 സെക്കൻഡ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടിൽ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നെയ്യിൻ്റെ ആ സ്മെല്ല് ഈ നാളികേരത്തിലേക്കൊക്കെ പിടിച്ച് നല്ലൊരു സ്മെല്ല് വരും. ഒരു 2 സെക്കൻഡ് അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്ത ആ ക്യാരറ്റ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ക്യാരറ്റും നാളികേരവും എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്ന അത്ര നമുക്കൊന്ന് നന്നായിട്ടൊന്ന് നല്ല ചൂടിൽ തന്നെ മീഡിയം ചൂടിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഒരു പഞ്ചസാര നമ്മൾ എത്രയാണോ മധുരം ആവശ്യം അത്ര മധുരം ഇടാം. ഞാനൊരു 5 സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല മധുരത്തിലാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. പിന്നെ ഒരു 2 സ്പൂണോളം പാൽപ്പൊടിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പാൽപ്പൊടി എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മിൽക്ക് മെയ്ഡോ അങ്ങനെ എന്തെങ്കിലും എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ പാൽപ്പൊടി ഉള്ളത് കാരണം ഞാൻ പാൽപ്പൊടിയാണ് എടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അതും കൂടി ഒന്ന് ചൂടാക്കി വെച്ചിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ മിക്സിയുടെ ജാറാണ് ഇവിടെ എടുത്തത്. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 3 കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 3 കോഴിമുട്ടയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ കോഴിമുട്ടേൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യണം. 3 കോഴിമുട്ടയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. 3 കോഴിമുട്ട ഞാനിവിടെ ഉടച്ചതിലേക്ക് പാരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്സിയിൽ തന്നെ നേരിട്ട് ഉടച്ച് പാരുക. അപ്പോൾ നമുക്ക് ഇനി പാത്രത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റണമല്ലോ, അത് വേണ്ട. അപ്പോൾ ഒന്നിച്ച് നമുക്ക് അടിച്ചെടുക്കാനുള്ളതാണ്. 3 കോഴിമുട്ട അടിച്ച് ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഏലക്കയാണ് കേട്ടോ ഇടുന്നത്. ഏലക്കയുടെ ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സീഡ് മാത്രമേ ഇടുന്നുള്ളൂ. അതൊരു 3 എണ്ണം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് മധുരം ഇട്ട് കൊടുത്തിട്ട് ഒരു 1.5 സ്പൂണോളം മധുരം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം മധുരം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ്, അതായത് ചെറിയൊരു കപ്പാണ് കേട്ടോ. അതിലേക്കൊരു 1/4 കപ്പ് 1/4 ഗ്ലാസ് നമ്മൾ ചെറിയൊരു ഗ്ലാസ്സാണ് എടുത്തത്. അതിനൊരു 1/2 ഗ്ലാസ്, അതായത് നമ്മൾ സാധാ ഗ്ലാസ്സിന് ഒരു 1/4 കപ്പ് വരും. കുറച്ച്
പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ക്യാരറ്റ് വഴറ്റി വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത്, പകുതിയോളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പകുതിയോളം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് നേരം ഞാൻ അടിച്ചിട്ട് ഇത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ. എന്നിട്ട് ഞാൻ അടിച്ച് കൊണ്ടുവരാൻ പോവുകയാണേ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സിയിൽ ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിൽ കുറച്ചൊക്കെ ക്യാരറ്റ് ആയതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ അടിഞ്ഞാലും ഒരു തരി പോലെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാനത് ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ക്യാരറ്റും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടാം. നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിപ്പോൾ വീഡിയോയിൽ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതൊരു ടേസ്റ്റുമാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോളുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഇടണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് എല്ലാ സൈഡിലേക്ക് എത്തത്തക്ക വിധത്തിൽ ഒന്ന് എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് സാധാരണ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ക്രഷ് ചെയ്തത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ റോസ്റ്റ് ചെയ്യാത്ത അണ്ടിപ്പരിപ്പാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത്. അതുപോലെ റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ച് മാറ്റി വെക്കണം കേട്ടോ. നമുക്കൊന്ന് മുകളിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നട്ട്സോ അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ഇതിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സ് ഇങ്ങനെ ക്രഷ് ചെയ്തത് അതിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പോളേൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കേക്ക് ട്രേയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം, ഏത് പാത്രം ആയാലും മതി. അത് നന്നായിട്ടൊന്ന് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ട് വേണം ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പം എല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് പരന്ന കുറച്ച് വലിയ പാത്രം എടുക്കുക കേട്ടോ. അപ്പം ഞാനിത് വല്ലാതെ വലുപ്പമുള്ള പാത്രമല്ല, കുറച്ച് വണ്ണത്തിലുള്ള ചെറിയ പാത്രമാണ്, കുടുങ്ങി നിൽക്കുന്ന പാത്രമാണ് എടുത്തത്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്നാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് വട്ടത്തിലുള്ള പാത്രം എടുക്കുക കേട്ടോ. അപ്പം ഞാനത് എനിക്ക് ഈ പാത്രത്തിൽ തന്നെ ഒരു 3/4 പാത്രത്തോളം ഉണ്ട്. അപ്പോൾ വലിയ പാത്രങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കൊരു അരപ്പാത്രങ്ങളെ ഉണ്ടാവുള്ളൂ, നല്ല വീതി ഉണ്ടാവും. പെട്ടെന്ന് തന്നെ നമുക്കത് ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം. ഞാനെടുത്ത പോലത്തെ പാത്രമൊക്കെ ആണെങ്കിൽ കുറേ ടൈം എടുക്കും, പക്ഷേ നമുക്ക് നല്ല കട്ടിയിൽ കിട്ടും ചെയ്യും. ഈ പോള കട്ടിയിൽ കിട്ടും, മറ്റേത് കട്ടി കുറവായിരിക്കും, എന്നാലും പെട്ടെന്ന് കഴിയും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ആ ഒരു ഭംഗിക്കൊന്ന് ഇതുപോലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് പഴയ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ എന്തെങ്കിലും ഒരു അലൂമിനിയത്തിൻ്റെ ചെമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് അത് നന്നായിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണേ. നല്ല ചൂടായിട്ടുണ്ട്, നല്ല ചൂടുണ്ടോ എന്ന് നമുക്ക് നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു റിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പഴയ പാത്രം മതിയേ, നമ്മൾ ഉപയോഗിക്കാത്ത പാത്രം മാത്രം മതി. മറ്റേ ഒരുപാട് ചൂടാകുമ്പോൾ അത് പാത്രം കേടുവരും. അതുകൊണ്ട് പഴയ പാത്രമാണ് ഞാനിവിടെ വെച്ച് കൊടുത്തത്. എന്നിട്ട് ഈ കേക്ക് ട്രേ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ അടപ്പിട്ടിട്ട് നമ്മളൊരു 20 മിനിറ്റ് 25 മിനിറ്റോളം നമ്മളിതിന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വേവിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരന്ന പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് 20 മിനിറ്റ് ഒന്നും വേണ്ടിയില്ല, ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് കത്തി വെച്ച് ഒന്ന് കുത്തി നോക്കുക, നടുക്കിൽ കുത്തി നോക്കിയാൽ നമ്മൾ വെന്തോന്ന് അറിയാൻ പറ്റും. അപ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വെക്കണം നന്നായിട്ട്. അപ്പോൾ ചൂടാറുമ്പോഴേക്ക് ആ നടുഭാഗം പൊങ്ങിയതൊക്കെ ഒന്ന് താഴും കേട്ടോ. ആ ചൂട് പോകുമ്പോഴേക്ക് താഴും. കോഴിമുട്ടയാണല്ലോ, അതുകൊണ്ടാണ് പൊങ്ങി കിടക്കുന്നത്. പക്ഷേ സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ വിട്ട് വരും കേട്ടോ. അല്ല, ഇതുപോലെ നന്നായിട്ട് വിട്ട് വരും. അതൊന്ന് കത്തി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തിട്ട് ഞാനൊന്ന് മറച്ചിട്ടിട്ട് പ്ലേറ്റിലേക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ശരിക്കും പറയണത് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ആ സോഫ്റ്റ്നെസ് ഉണ്ടാവും, പക്ഷെ നല്ല ടേസ്റ്റാണ്. ക്യാരറ്റിൻ്റെ ആ പച്ച സ്മെല്ലോ അല്ലെങ്കിൽ കോഴിമുട്ടേൻ്റെ സ്മെല്ലോ ഒന്നും വരുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് കമഴ്ത്തിയിട്ടിട്ട് ഒന്ന് തിരിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ബേക്ക് ചെയ്ത പോലെ തന്നെ ഇത് സൈഡൊക്കെ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാൻ മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം കേട്ടോ. കത്തി കണ്ടോ, അത്രയും സോഫ്റ്റിൽ കത്തി ഇറങ്ങി പോകുന്നത് കണ്ടില്ലേ.
അത്രയും സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല ഇതിന്. നല്ല സോഫ്റ്റാണ്. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, ഇതുപോലെ കത്തി വെച്ചാൽ ഇങ്ങനെ കത്തി പോകുന്നത് തന്നെ അറിയില്ല, അത്രയും സോഫ്റ്റിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും. അപ്പോൾ നമ്മൾ ക്യാരറ്റ് മാത്രം മതി കയ്യിലുണ്ടെങ്കിൽ. കോഴിമുട്ട എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ കോഴിമുട്ടയും ക്യാരറ്റും പിന്നെ കുറച്ച് പാലും, പാലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പാലില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നല്ല അടിപൊളി സൂപ്പർ പലഹാരമാണിത്. ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഞാൻ. കട്ട് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റാണ് ഇതിൻ്റെ ഉള്ളിൽ. കണ്ടോ നിങ്ങൾക്ക്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു കൈ കൊണ്ട് ഒരു ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ടാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊട്ടിപ്പോവും, അത്രയും സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്യാരറ്റ് ബോൾ കഴിക്കാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ സൂപ്പർ ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നെ. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി ഒരു ഐറ്റമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബായ്.